2024 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരളത്തിൽ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM പയറ്റിയ പല തന്ത്രങ്ങളും തിരിഞ്ഞുകൊത്തി. ഏകപക്ഷീയമായി നേതൃത്വം സ്വീകരിച്ച ചില നിലപാടുകൾ താഴെത്തട്ടിലെ പ്രവർത്തകരെ അസ്വസ്ഥരാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ CPM സമ്മേളനകാലത്തിൽ അവയെല്ലാം തന്നെ മറനീക്കി പുറത്തു വന്നിരിക്കുകയുമാണ്. അണികൾ മാത്രമല്ല, മുതിർന്ന നേതാക്കളും പരസ്യമായി വിമർശനങ്ങൾ തുടങ്ങിയതോടെ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായി. പാലക്കാട് പ്രചരണത്തെ സംബന്ധിച്ച AK ബാലന്റെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ഇപ്പോൾ CPM പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗമായ NN കൃഷ്ണദാസിനും ഏരിയ കമ്മിറ്റി അംഗമായ അബ്ദുൽ ഷുക്കൂറിനുമെതിരെ കനത്ത വിമർശനം ഉയർന്നിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇരുവരുടെയും ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകൾ പാർട്ടിയെ തിരിച്ചടിച്ചുവെന്ന വിലയിരുത്തലിലാണ് രൂക്ഷ വിമർശനം. ഉപതെരഞ്ഞെടുപ്പിനിടെ ഏരിയ കമ്മിറ്റി അംഗമായ അബ്ദുൽ ഷുക്കൂർ നടത്തിയ പരസ്യ പ്രസ്താവന ശരിയല്ലെന്ന് പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷമായതിനാൽ ജില്ലാ നേതൃത്വം വേട്ടയാടി എന്ന അബ്ദുൽ ഷുക്കൂറിന്റെ പ്രസ്താവന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായി എന്നും പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. കൃഷ്ണദാസിന്റെ മാധ്യമങ്ങൾക്കെതിരായ പട്ടി പരാമർശവും പെട്ടി വിവാദത്തിലെ പ്രസ്താവനയുമെല്ലാം തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നും വിമർശനമുണ്ട്. പാർട്ടി ഇടപെട്ടിട്ടും പെട്ടി വിവാദത്തിലെ പരാമർശം തിരുത്താൻ കൃഷ്ണദാസ് തയ്യാറാകാത്തത് ശരിയായില്ല. നേതൃത്വത്തിന്റെ നിലപാടിന് എതിരായി കൃഷ്ണദാസിന്റെ പരാമർശങ്ങൾ സാധാരണ പ്രവർത്തകരെ വോട്ടർമാർക്കിടയിൽ പ്രതിസന്ധിയിലാക്കിയെന്നും സമ്മേളന പ്രതിനിധികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നേരത്തെയും പട്ടി പരാമർശത്തിൽ NN കൃഷ്ണദാസിനെതിരെ പാർട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്ക് എതിരാക്കിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ വിമർശിച്ചത്. പാർട്ടി ഇടപെട്ടിട്ടും പ്രതികരണം തിരുത്താൻ കൃഷ്ണദാസ് തയ്യാറായില്ല എന്നും വിമർശനമുണ്ടായിരുന്നു. യോഗത്തിൽ പെട്ടി വിഷയവും ചർച്ചയായി. പാർട്ടിയുമായി ഇടഞ്ഞെന്ന CPM നേതാവ് അബ്ദുൽ ഷുക്കൂറിനെ അനുനയിപ്പിച്ച ശേഷമായിരുന്നു NN കൃഷ്ണദാസിന്റെ പട്ടി പരാമർശം. CPM-ൽ പൊട്ടിത്തെറിയെന്ന് കൊടുത്തവർ ലജ്ജിച്ച് തല താഴ്ത്തുക. രാവിലെ മുതൽ ഇപ്പോൾ വരെ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നിൽക്കുന്നത് പോലെ ഷുക്കൂറിന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നവർ തല താഴ്ത്തുക. ഞാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകും, നിങ്ങളോട് പറയേണ്ടതില്ല. നിങ്ങൾ ആരാണ്? പാലക്കാട്ടെ ഏത് വീട്ടിലും എനിക്ക് പോകാം എന്നായിരുന്നു കൃഷ്ണദാസ് പറഞ്ഞത്. എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 3-ാം സ്ഥാനത്തെത്തിയതിന് കാരണം CPM-ന്റെ സംഘടനാ വീഴ്ചയും ദൗർബല്യവുമാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലന്റെ വിമർശനം. പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന CPM പാലക്കാട് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു AK ബാലന്റെ തുറന്നു പറച്ചിൽ. ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എങ്കിലും 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തെത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. അതിനു പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ശക്തമായ പ്രചാരണം, ആവശ്യത്തിന് ഫണ്ട് ഇതെല്ലാം തന്നെ നൽകിയിട്ടും രണ്ടാമതെത്തിയുമില്ല. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 2000 മുതൽ 2500-ലധികം വോട്ടുകൾ കൂടി പിടിച്ച് വലിയ അപമാനത്തിൽ നിന്ന് കരകയറാൻ CPM-ന് കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. MV ഗോവിന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിലും പാലക്കാട് സംഘടനാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതും നടപ്പിലായുമില്ല. 3-ാം സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ CPM-ന് വോട്ട് തന്നിട്ട് എന്തിന് BJP-യെ ജയിപ്പിക്കണം എന്ന തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ടായി. CPM-ന് സംഭവിച്ച രാഷ്ട്രീയപരമായ വലിയ അബദ്ധമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ 3-ാം സ്ഥാനം. 2026 എന്തുകൊണ്ടും യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്ക് ഏറെ നിർണായകമാണ്. ഭരണ തുടർച്ച അല്ലെങ്കിലും അടുത്തിറക്കി കോട്ടം വരാതിരിക്കാൻ നോക്കേണ്ടത് അനിവാര്യവുമാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാം ഭരണത്തിന് ശേഷം CPM-നകത്തെ കാലാവസ്ഥയിലും സാരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമ്മേളനങ്ങളിലെല്ലാം തന്നെ വിമർശനങ്ങൾ അണപൊട്ടുകയാണ്. പയ്യന്നൂരിലെ വിഭാഗ യുദ്ധം സംബന്ധിച്ചുകൊണ്ട് CPM-ന്റെ റിവ്യൂ റിപ്പോർട്ട് പോലും പുറത്തു വന്നിരുന്നു. അടിയന്തരമായി സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും റിവ്യൂ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. വ്യക്തികേന്ദ്രീകൃത വിമർശനങ്ങൾക്ക് ചില സഖാക്കൾ പ്രാധാന്യം നൽകുന്നുണ്ട്. നേതൃത്വത്തിൽ ചിലരെ ഉയർത്തിക്കാട്ടിയും ചിലരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുമുള്ള രീതി ശരിയല്ല എന്നും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നും റിവ്യൂ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഗൗരവ പരിശോധന വേണമെന്നും റിവ്യൂ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഖാക്കൾ തന്നെ സമ്മേളനം അലങ്കോലമാക്കാൻ ശ്രമിച്ചുവെന്നും റിവ്യൂ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഏരിയ സമ്മേളനം അലങ്കോലമാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോക്കൽ സമ്മേളനം മുതൽ ആരംഭിച്ചതാണ് CPM-ന് അകത്തെ ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇത്തരത്തിലുള്ള ചൂണ്ടിക്കാണിക്കലുകളും വിലയിരുത്തലുകളെല്ലാം തന്നെ CPM-നെ സംബന്ധിച്ച് കനത്ത പ്രതിസന്ധിയിലായിരുന്നു. ശേഷമാണ് ഇപ്പോൾ CPM-ന്റെ തന്നെ മുതിർന്ന നേതാക്കൾ പോലും വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ കൃഷ്ണദാസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ CPM-നെ പ്രതിസന്ധിയിലാക്കുകയാണ്. അതേസമയം തന്നെ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നേറ്റം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് UDF പോകുന്നത്. UDF-നെ സംബന്ധിച്ച് തങ്ങൾ തന്നെയാണ് 2026-ലെ വിജയികൾ എന്ന് മനസ്സിലുറപ്പിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് UDF-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കങ്ങളും ചർച്ചകളെല്ലാം തന്നെ കൊടുമ്പിരി കൊള്ളുന്നത്. എന്നാൽ അതേസമയം തന്നെ തങ്ങളുടെ ഉള്ള സീറ്റുകൾ, അതായത് തങ്ങളുടെ അടിത്തറ ഭദ്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM ഉള്ളത്. എന്നാൽ അതേസമയം തന്നെ 2021-ന് ശേഷം CPM-നുണ്ടായിട്ടുള്ള വമ്പൻ തകർച്ച അത് വിലയിരുത്തപ്പെടുമ്പോൾ പല നേതാക്കളുടെയും ഏകപക്ഷീയമായ മനോഭാവമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.